ചേട്ടാ കപ്പയും ബീഫും വാങ്ങിച്ചാ? പിന്നെ അതൊക്കെ മേടിച്ച്. അല്ല എന്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞ പച്ചക്കറി മേടിക്കണം. ആര് പോയി മേടിച്ചേ? അതൊക്കെ ആന്റി നേരത്തെ പോയി മേടിച്ചു. കേശു ബാസ്യങ്ങള് ഹാപ്പി. ഇനി ഹാപ്പി ആവാൻ പോന്നേ ഉള്ളു. പാവത്തിന് അറിഞ്ഞൂടല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. പിന്നെ വൈകിട്ടാവുമ്പോ പോണം കേട്ടോ എല്ലാവർക്കും കൂടെ. അയ്യോ വൈകിട്ടാവുമ്പോഴേ പോവാൻ പറ്റത്തുള്ളൂ. അടുക്കളയില് തിമിർത്ത് പണി നടക്കൂല്ലേ. ഞാനേ കപ്പയും ബീഫും കൊണ്ട് കൊടുത്തിട്ട് ദാ പറഞ്ഞു. മേടിച്ച് അതൊക്കെ കണ്ട് ബോധിച്ച്. അല്ല പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. എവിടായിരുന്നു കേശു എത്ര നേരം? ഇവിടുന്ന് അവിടെ വരെ നടന്നു പോണ്ടേ. നടന്നു പോയി കപ്പ മേടിക്കണം. കപ്പ നോക്കി കണ്ട് മേടിക്കണം. ചിലപ്പോ കല്ലിച്ച കപ്പയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫ് മേടിക്കാൻ ചെന്നു. അപ്പോ തിരക്കെന്ന് പറഞ്ഞാലും പോരാ, ഹിമാലയം തിരക്ക്. നേരത്തെ ക്യൂ നിൽക്കല്ലേ. അതിനിടയ്ക്ക് ഞാൻ വെട്ടാൻ നിൽക്കണം. മാമ സ്ഥിരം നിൽക്കണം. മാമ എല്ലാം തോന്നുന്നു. അങ്ങനെ അറിഞ്ഞൂടോ വെട്ടാ അറിഞ്ഞൂടോ. പിന്നെ നീ കയറി വെട്ടിയാ? ഇല്ലടി അവര് എന്നെ വെട്ടി തന്നു. സമയം കുറച്ചെടുത്ത അതാ പറഞ്ഞു. വഴി വെച്ച് ആരെങ്കിലും കണ്ടു കാണും. അങ്ങനെ വഴി വെച്ച് ആരെയും കാണാനുള്ള സാധ്യത ഇല്ല. ചിലപ്പോ വഴിയിലേക്ക് ആരെങ്കിലും വിളിച്ചിറത്തി കണ്ടു കാണും അല്ലേ? മാറോ ശിവ, നിങ്ങൾ എന്താ പറഞ്ഞു പറഞ്ഞേ? ഞാൻ മെറിലിനെ വിളിച്ചു വരുത്തി അവിടെ വന്ന് അങ്ങനെ കണ്ടെന്നാണോ? ആണോ ആണോ? ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തിനാണ് ഞാൻ അവളോട് 2 മിനിറ്റ് സംസാരിച്ചു. ഇതൊരു പ്രശ്നമാണോ? അവൾ അവിടെ ബ്യൂട്ടി പാർലറിൽ ഇറച്ചി മേടിക്കാൻ വന്നിരുന്നു. ബ്യൂട്ടി പാർലറിൽ എന്തിനു വാങ്ങാൻ വന്നു? ഇറച്ചി മേടിക്കാൻ വേണ്ടി വന്നിട്ട് ബ്യൂട്ടി പാർലർ എന്തോ കയറി. നിനക്ക് എന്താ കയറാണ് ശിവ? ബീഫ് കഴിക്കണ്ടേ? നിനക്ക് കപ്പ വേണ്ടേ? ഓണത്തിനിടയ്ക്കാണ് പുട്ടച്ചോടം. ഓണത്തിനിടയ്ക്ക് പുട്ട് കഴിച്ചാ പറ്റൂലേ? പോയിട്ട് ബീഫും കപ്പയും കഴിക്കുമ്പോ ചെല്ലു. 7 മണിക്കൂർ മുള്ളിനോട് ചൊല്ലിക്കൊണ്ടിരുന്നത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എന്റെ ബർത്ത്ഡേ അല്ലെന്ന്. അച്ഛൻ്റെ ആണ്ടും അല്ലല്ല. லெச்சு என்ன லெச்சு இப்படி வச்சிருக்க உள்ளிய? അത് കണ്ണെരിയാതിരിക്കാനുള്ള നിഞ്ച ടെക്നിക്ക്. പണ്ടത്തെ ചെറിയുള്ളിക്കാണ് ചെറിയുള്ളി. എന്റെ തൊലി ഇങ്ങനെ പൊളിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ കണ്ണിന്നൊക്കെ ഇങ്ങനെ കുടുടാന്ന് ഒഴുകി തുടങ്ങും. പണ്ടത്തെ ചുവന്നുള്ളിയായിരുന്നു ചുവന്നുള്ളി. ഇപ്പോഴത്തെ എന്തോ അതാണ്ട് കണ്ടില്ലേ, വെളാന്നിരിക്കുന്ന ഒരുമാതിരി കോമള പോലെ ഇരിക്കുന്നു. അത് ഞാനും എന്റെ അളിയനും കൂടെ ബീഫ് വയ്ക്കാൻ നിൽക്കുമ്പോ 2 കിലോ ബീഫ് ഉണ്ടെങ്കിൽ 1 കിലോ ചെറിയ ഉള്ളി കാണും. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കും. നല്ല എരിവിനാണ് വയ്ക്കുന്നത്. വച്ചിട്ടേ 2 അടിച്ചോണ്ട് ബീഫിന്റെ മുമ്പ് ഇരുന്നുണ്ടല്ലേ. എന്തിന് അടിക്കണ? എന്തിന്? നല്ല ആഹാരം പോലെ അല്ലേ യേശു? എന്തരല്ലേ യേശു? ഞാൻ ഇപ്പൊ ഒന്നല്ലേ ഉള്ളു. ബീഫും കപ്പയും മേടിച്ചിട്ടുണ്ട്. എവിടുന്ന് വാങ്ങിച്ചേ? കടയിൽ നിന്ന് മേടിച്ചേ. നീ അതെവിടെ വാങ്ങിച്ചത്? ബീഫ് കടയെന്നല്ല, പിന്നെ വേറെ എവിടെ ബീഫ് കിട്ടേ? അവിടെ നോക്കി തന്നെ വാങ്ങിച്ചത്. ഇതൊരുമാതിരി മുറ്റനാണെന്ന് തോന്നുന്നു. നല്ല കിളുന്ന സാധനമാണ് വാങ്ങിക്കാള്. ബിഗ് ഷോപ്പർ കണ്ടിട്ട് മുറ്റിനാണെന്ന് അങ്ങനെ പറഞ്ഞു. കിളുന്ന സാധനം നോക്കി മേടിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ? അത് കണ്ടപ്പോ എനിക്ക് തോന്നി. എന്നാലും നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നൂട്ട് കളയൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വന്നൂട്ട് കളഞ്ഞല്ലെന്ന് അത് അങ്ങോട്ട് പറഞ്ഞ വാക്കാണ്. ഞങ്ങളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ജീവിതത്തിൽ നടക്കുന്നത്. കറക്റ്റ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത്. ലച്ചുവിന്റെ കാര്യം തന്നെ നോക്കിയാണ്. വീട്ടിൽ കിടന്ന ആലമ്പും ബഹളവും നടത്തിക്കൊണ്ടിരുന്ന ലച്ചുവിന് ഈ കുഴിപ്പള്ളത്തിൽ ഇത്രയും നല്ല ബന്ധം കിട്ടില്ലേ, നല്ലൊരു പയനെ കിട്ടില്ലേ. അവന്റെ വിധി, അവന്റെ ഭാഗ്യമൊന്നും. അതെ 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 അതെ, വിധിയെ തടുക്കാൻ ആർക്കും പറ്റൂലല്ലോ. അയ്യോ, ബ്രഹ്മാവിന് പോലും പറ്റൂല. നീ എന്താ ഇടയ്ക്കിടന്ന് മുക്കണത്? பாசியண்டா, நீங்க ஒண்ணு செய்யுங்க. இன்னைக்கு நல்லா சாப்பிட்டு நல்லா தூங்கி எழுந்திருச்சு ட்ரெஸ் எல்லாம் செஞ்சு ஸ்மார்ட்டா இருங்க. അതിന് അങ്ങനെ ഇരിക്കുന്നത്? ഇന്നിവിടെ പെണ്ണാണല്ലോ ഉണ്ടാ. അതാ നീട്ടി വന്നിരിക്കുന്നത്. ഒന്നുമില്ല, നീ ചുമ്മാ ഇരുന്നാ മതി. എന്തിനാ വെച്ചേ? എന്ത്? ആ കുടുംബത്തിൽ ചെന്നവരെ അവരെ നശിപ്പിച്ച് ഇവിടെ നിന്ന് ചിരി. ചിരിയൊക്കെ അങ്ങ് നിക്കും. നീ എന്താ എന്റെ മുഖത്തൊക്കെ നവരസം കാണിക്കണേ? എന്തെങ്കിലേ എനിക്ക് എന്റെ വാസുകളുടെ മുഖത്ത് നോക്കിക്കൂടായോ? വാസുകളുടെ മുഖത്ത്
പെട്ടെന്ന് ആവട്ടെ, വർത്താനങ്ങളെ പറഞ്ഞിരിക്കാതെ. എന്തിനത്? ഇല്ല ഇനി ഈ മുഖം ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ആര് കണ്ട്? കാശു ഇങ്ങോട്ട് വേണ്ട കേട്ടാ, കൊറേ കണ്ടതാണ്. ഈ ഇളക്കൊന്നും ഇങ്ങോട്ട് നടക്കൂല. ഹലോ, എവിടായി? ആ ഇവിടെ ഞങ്ങളെല്ലാം ഉണ്ട്. ഓ ആ ഞാനും കനകാന്റി, ലച്ചേച്ചി, അമ്മൂമ്മ, പാറു, ശിവ എല്ലാരും ഉണ്ട്. എവിടായി? എത്ര രൂപയാ? ആണോ? ശരി ശരി ശരി, ഓക്കെ ഓക്കെ, വെയിറ്റിംഗ്. ശരി, എന്തേ നമുക്ക് പോവാ സമയായി. ആണോ? ആ എന്നാ പോയല്ല, സമയം കണ്ട എല്ലാരും വിളിക്കാം. എടാ എന്താ എന്തായാലും ഇത്രയായില്ലേ, ബാക്കിയും കൂടെ കണ്ടിട്ട് പോവാ. ചേച്ചി എനിക്ക് ഇവിടെ നിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, ഭയങ്കര പ്രശ്നമാവും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.